നമ്മുടെ എല്ലാമായിട്ടുള്ള ശ്രീ കലാഭവൻ മണിച്ചേട്ടൻ്റെ 10ാം ചരമവാർഷികത്തിന് വേണ്ടിയിട്ട് ചാലക്കുടിയിലേക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിശിഷ്ടാതിഥികളും വ്യക്തികളും മലയാളം ഫിലിമിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നാടൻപാട്ടിൻ്റെയും ഒരുപാട് കലാകാരന്മാർ പങ്കിട്ടൊരു വേദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കലാഭവൻ മണിച്ചേട്ടൻ്റെ അനുസ്മരണം നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടൻ, പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഇന്നെൻ്റെ കാല് പാടിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് അന്ന് മണിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിനോട് അന്ന് അവർ നടത്തിയിട്ടുള്ള സദ്യ ഭക്ഷണമാണ്. അപ്പോൾ അവിടെ വന്നവർക്കും എല്ലാവരും ആ ഭക്ഷണത്തിൽ പങ്കുചേർന്നു. മണിച്ചേട്ടൻ്റെ ഒരു നാമധേയത്തിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ, ചോറ്, പപ്പടം, ഉപ്പേരി, പായസം, അവർ പായസം സ്പോൺസർ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ അതിൽ ഭക്ഷണം കഴിച്ചു. അത് കഴിച്ച് കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ള ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം വന്നവർ. പിന്നെ ഞാനൊരു പാട്ട് പാടി വേദിയിൽ കയറിയിട്ട് ഭക്ഷണത്തിനാണ് പറയുന്നത്. പാട്ട് പാടി. പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുഴയാകെ അലഞ്ഞോനാണ്ടി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. വെള്ളേമപ്പുള്ളിള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങിത്തന്നു.